ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് കുറച്ച് തിരക്ക് പിടിച്ച ഒരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കാൻ മാത്രമുള്ള ഒന്നും ഇല്ല കേട്ടോ. മുട്ടക്കറിയും അപ്പവുമാണ്. അത് പിന്നെ നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ചായ കുടിക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരക്ക് എന്താ വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, സ്കാനിങ്ങിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ് രാവിലെ ഒരു ജഗപുക. അപ്പോൾ ഉമ്മയും അനിയനും തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോവാന്ന് കരുതിയിട്ട് ഉമ്മാരൊക്കെ ഞാൻ മാടി വിളിച്ചു വരുത്തിയാണ് ഇന്നലെ. പിന്നെ എന്താ അമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴത്തേനും ഓടി വരും അല്ലേ. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല തിരക്കാണ്. സയാന് മദ്രസ ഉണ്ടായിരുന്നു, മദ്രസ ഇട്ട് വന്നിട്ടാണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം. അർഷാക്കോന് പണിയുണ്ട്. അർഷാക്കോന് ഇപ്പോൾ പെരും പണിയാണ് കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും വരാൻ ഒഴിവില്ലാത്ത അത്രയും പണിയാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്കും പോകണം. പിന്നെ അനിയന് പണിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും പണിയോട് പണിയാണ് കേട്ടോ. നമുക്കും വീട്ടിലെ പണി, എല്ലാവർക്കും പണി ഗൈസ്. ഈ പണിയെടുത്ത് എനിക്ക് ചില നേരം തീറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാതും അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, രാവിലത്തെ അപ്പവും കറി എനിക്ക് വല്ലാതെ ഇങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഒരു കേടും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കേട്ടോ. അല്ലെങ്കിൽ ഞാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടത്. ഉമ്മാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ഗുണമുണ്ട്. അപ്പോൾ ഉമ്മ ഞങ്ങൾക്ക് എല്ലാതും സെറ്റ് ചെയ്ത് തരികയാണ്. ഉമ്മ സെറ്റ് ചെയ്യണ പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് തരുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഷടപടയുന്ന പണികളൊക്കെ തീർത്ത് എല്ലാവരും ആട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പറഞ്ഞയച്ച് നമ്മൾ ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലൂസ് ആക്കിയതാണ്. അപ്പോൾ പാകാവുന്നൊക്കെ കരുതി എടുത്തിട്ടാണ്. പക്ഷെ കുറച്ച് ടൈറ്റ് ആയിട്ടോ. പിന്നെ അത് കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് പോയതാണ്. പിന്നീട് ആ തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതുകൊണ്ട് ആകെ ഇടങ്ങാറായി ഞാൻ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോണത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണിച്ചു, ബ്ലഡ് ടെസ്റ്റ് എടുത്തു. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടുന്ന് ടാറ്റ ബൈ ബൈ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസൾട്ട് വാങ്ങാൻ അർഷാക്കോനെ പറഞ്ഞേക്കാമെന്ന് കരുതി. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇനി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഈ ഹീലുള്ള ചെരുപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒരു ഷൂ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെരുപ്പ് ഇട്ടിട്ട് ഒരു അഹങ്കാരത്തിൽ ഇറങ്ങി പോകുന്നതാണ്. മൊത്തത്തിൽ ഇന്നത്തെ കാര്യം ശകപ്പോൾ പക്ഷേ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ നടന്നൊരു ഫാൻസി കയറി ഒരു ചെരുപ്പൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് എടുക്കാൻ കരുതി കുറേ ചെരുപ്പ് ഇട്ട് നോക്കി. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇട്ട് നടക്കാനുള്ള ഒരു സുഖത്തിന് കേട്ടോ. ഞാൻ വിചാരിച്ചൊരു ഹവായി ചെരുപ്പ് വാങ്ങിയാലോ എന്ന് പിന്നെ തോന്നി. നമ്മളിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഒരു അത്യാവശ്യം ലുക്കുള്ളൊരു ചെരുപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി കുറേ ഇട്ട് നോക്കി ലാസ്റ്റ് ഞാൻ ഇതാണ് എടുത്തത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആയതുകൊണ്ട്, ബ്ലാക്കിനോടൊരു ഇഷ്ടക്കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഞാനത് ഇട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ പ്രൈസ് ടാഗൊക്കെ പൊട്ടിച്ച ചെക്കൻ്റെ കൈ കൊടുത്തിട്ടോ. എന്നിട്ട് ഞാനത് ഇട്ടിട്ടാണ് പോകുന്നത്. ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ സ്റ്റൈലായിട്ട് നടന്നപ്പോൾ ഒരാളുണ്ട് അതോടെ ഇതും പിടിച്ച് നിൽക്കണു. എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ടാണ് അത് കൈ പിടിച്ചിട്ടുണ്ട്. വാങ്ങി തരുമെന്നല്ല ചോദിക്കണേ, അത് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് പോവുകയാണ്. അങ്ങനെ റോഡ് പണിയൊക്കെ നടക്കണം. നമ്മൾ പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇതേ ചപ്പിളി കൂടെ കേട്ടോ നടക്കുന്നത്. ഫുള്ള് ചളി പിളിയാണ്. ഇവിടെ പോസ്റ്റ് മാറ്റിലും റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അർഷാക്കൂനും ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ ആ ചളി കൂടെ ഭയങ്കര സേഫായിട്ട് നമ്മളിങ്ങനെ 1 2 എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. ഭയങ്കര പൊടിയുണ്ട്, ഒരുപാട് തിരക്കുണ്ട്. അതായത് നമ്മൾ ചെറുപ്പശ്ശേരിയിൽ തന്നെയുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്കാനിങ് നടക്കുന്നത്. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു നഴ്സിനെ ഇത് കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഭയങ്കര സംസാരം. നമുക്ക് അങ്ങനെ പരിചയമില്ലാത്ത ആൾ, പരിചയമുള്ള ആൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവരോട്ടും ഭയങ്കര പെട്ടെന്ന് കമ്പനിയാവേ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ പുറത്തുനിന്നാണ് കേട്ടോ. ഡെലിവറിയുടെ ടൈമിൽ മാത്രം നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുനിന്നാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാം കേട്ടോ. ഡോക്ടർ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഡോക്ടറെ കാണുന്നതും മരുന്ന് വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ നടന്ന് അലാക്കെ ആയിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരും. പിന്നെ വാടിയതാണേലും പൂവല്ലേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഹോസ്പിറ്റലാണെന്നൊന്നും ഇല്ലാതെ ബബിൾസ് ഊതി വിടുകയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കേൾക്കണം, ഞാൻ സ്കൂൾ തരുമ്പോഴത്തേത് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഊതുന്നത്. അതാണ് വലിയൊരു കുപ്പിയാണ്, ഇഷ്ടംപോലെ ഉണ്ടേനും. അങ്ങനെ ഓൻ അവിടെ നിന്നിട്ട് ഊതി ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്താ ഓനവിടെ ഉതട്ടേന്ന് കരുതിയിട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അല്ലേ ആ ബബിൾസ് വിടുന്ന സംഭവത്തിനോടുള്ള ഇഷ്ടം പോയിട്ട് അവസാനം തെറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 10 റുപ്യ തരുമോ, ഫ്രൂട്ടി വാങ്ങാനാണ്, അരാപ്പയ്മന വാങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിയിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ തെറ്റിയിരുന്നു കേട്ടോ. അവസാനം ഞാൻ കീറി വന്നിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അമ്മ വരുന്നില്ല, മോനില്ലാതെ വരില്ല പറഞ്ഞിട്ട് അമ്മ പിന്നെ അവനെ വിളിക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി വരും കേട്ടോ. നമ്മളെല്ലാ ഭാഷയ്ക്കും അങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നാമത് അതിനുള്ള സമയമില്ല. അപ്പം ഉമ്മക്ക് നല്ല സമയം കേട്ടോ. ഉമ്മ ഓനോട് ഫ്രൂട്ടി വാങ്ങിത്തരാം, മുട്ടായി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചില നേരത്തെ ഇങ്ങനെ കൊഞ്ചണമൊന്നും ഇഷ്ടമല്ല ഗൈസ്, എന്താ ചെയ്യുക.
ഇന്നെ പോലെയുള്ള ആരെങ്കിലും. ഫസ്റ്റ് എനിക്ക് കുട്ടികളെ കളിപ്പിക്കാനേ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ അതൊക്കെ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഹോട്ടലല്ല ഒരു ബേക്കറി കയറി. അങ്ങനെ ഓനക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് ബട്ടർ സ്കോച്ച് കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പപ്സും ഒരു കട്ട്ലേറ്റും പറഞ്ഞു. അതൊക്കെ അത് വാരിക്കൊണ്ടുപോയിട്ട് ചെക്കൻ വെറുതെ കാട്ടാണ്, ഒന്നും തിന്നൊന്നുമില്ല ഫുള്ള്. പക്ഷെ ഒക്കെ എനിക്ക് വേണം എന്നൊക്കെ പറയും കേട്ടോ. ഐസ്ക്രീം കഴിയണമെങ്കിൽ തന്നെ പിന്നെ കുറേ സമയം പിടിക്കും. അതിൻ്റെ ഇടയിൽ നമ്മളെ ലൈം വന്നേ, അടിപൊളി ലൈമായിരുന്നു കേട്ടോ. പാകത്തിന് തണുപ്പും മധുരവും നമ്മുടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു ലൈമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ദാഹിച്ച് നിൽക്കൊണ്ടാ തോന്നുന്നത്, നല്ല ടേസ്റ്റ് തോന്നി. വീണ്ടും എന്തൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടേസ്റ്റ്. അപ്പോഴേക്കും ഞാൻ അവനെ വലിച്ചു പറിച്ച് ഓട്ടർഷ കയറ്റി, അല്ലെങ്കിൽ അവനൊക്കെ കട മൊത്തം വേണ്ടി വരും. അപ്പോൾ നമ്മൾ കാക്കാൻ്റെ വണ്ടിയിലാണ് തിരിച്ചു പോണത്, നമ്മുടെ ബ്രദറിൻ്റെ വണ്ടിയിലാണ്. കാക്കനെ കാണിക്കാൻ പറ്റില്ല, കാക്ക ഭയങ്കര എന്താ പറയുക ഡിമാൻഡുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമില്ലാതെ ഒരാളെ വീഡിയോയിൽ കാണിക്കുന്നത് തെറ്റല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക സമ്മതം കിട്ടുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, അങ്ങനെ കാക്ക നമ്മളെ വീട്ടിലിറക്കി പോയിട്ട് അപ്പോൾ വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ മൂത്തമ്മ ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ ഏട്ടത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും ചോറും ഒക്കെ കഴിച്ചു. ഞങ്ങൾ സെറ്റായി, ഞങ്ങളൊന്ന് ഉഷാറായി, ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്ന് നീറ്റു. അപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നു കേട്ടോ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് പോകണം, ഒറ്റപ്പാലം ഹോസ്പിറ്റലിൽ പോകണം. ഒറ്റപ്പാലം ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ഒരു 3 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇസും ഉമ്മയും കൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം ഇസു ഇവിടെ ഉറക്കി കിടത്തിട്ടാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ആരും ഇല്ലേ, വീട്ടിൽ ഒറ്റക്കാണോ എന്നൊക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ അങ്ങനെ ഉറക്കി കിടത്തുള്ളൂ, ഇല്ലെങ്കിൽ അവനെ എടുത്തിട്ട് പോകും. ഇപ്പം ബസ് കയറിയപ്പോൾ തന്നെ ആൾ ഉറങ്ങിട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഇറങ്ങി നടക്കുന്നില്ല കേട്ടോ, എടുത്തിങ്ങനെ കൊണ്ടുപോകണം, കാലം ഉറങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് ഡോക്ടർക്കും നല്ല തിരക്കാണ്. ഇന്ന് മൊത്തത്തിൽ തിരക്കുള്ള ദിവസമാണ്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ ഡേറ്റ് ഒക്കെ പറഞ്ഞു. അടുത്ത മാസം 28-നാണ് കേട്ടോ നമ്മൾ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത്രക്കൊന്നും പോവുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തി, ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ലേബർ റൂം, ലേബർ വാർഡ്, പിന്നെ ഹോസ്പിറ്റലിലെ പരിസരം കാര്യങ്ങളൊക്കെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. പിന്നെ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്നൊക്കെ കരുതിയിട്ടോ. പിന്നെ ഇവിടെ എന്താ പറയുക ലേബർ റൂമിൽ ഡ്രസ്സിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേബർ റൂം കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കയറണമെന്നുണ്ടെങ്കിൽ പാസ് എടുക്കണം. ഒരാൾക്ക് 5 രൂപയാണ്. അങ്ങനെ 10 രൂപ കൊടുത്ത് നമ്മൾ പാസ്സൊക്കെ എടുത്ത് കയറി. അവിടെ ലേബർ റൂമിൽ ഫ്രണ്ടിലുണ്ടായിരുന്നവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തരും, സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 ഡോക്ടർമാരുണ്ട് കേട്ടോ ഇവിടെ, ഗൈനക്കോളജിസ്റ്റ് രാധ, പിന്നെ വേറെ ഏതൊരു മുസ്ലിം ഡോക്ടറുടെ പേരും കൂടെ പറഞ്ഞു. അപ്പോൾ അവർ 2 പേരുണ്ട്, ആര് വേണമെങ്കിലും നോക്കും, ആ ഒരു സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ സ്കൂളൊക്കെ വിടുന്ന സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്തൊരു ബസ് വരുമെന്ന് അറിയാൻ വേണ്ടി നിന്നാണ്. പക്ഷേ ബസ് വന്നില്ല, ചെറുതായിട്ടൊരു മഴയൊക്കെ ചാറി, നല്ല കാറ്റും കുറച്ച് എനിക്ക് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ബസ് പോയി, എല്ലാതും തിരക്കായിരുന്നു. ലാസ്റ്റ് തിരക്കുണ്ടായിരുന്നു, എന്നാലും ഒരു സീറ്റൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ട് വലിച്ചു പറിച്ച് കയറ്റിയപ്പോൾ അതിൽ കയറി ഇങ്ങോട്ട് പോകുന്നു. വീട്ടിലെത്തി ഗൈസ്. അവിടെ എത്തിയപ്പോൾ ഒരു മുന്തിരി ജ്യൂസൊക്കെ അടിച്ചു തന്നിട്ട്, നല്ല മധുരവും തണുപ്പൊക്കെ ഉള്ള ഒരു മുന്തിരി ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയിട്ട് ഫ്രഷായി കുളിച്ചു. അപ്പോഴാണ് കേട്ടോ ജീവൻ നേരെ വീണത്. എനിക്കിനി ബസ്സിലൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബസ് സ്കിപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കും. കാറും പറ്റില്ല, കാറിൽ പോയാലും ഛർദ്ദിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സയാന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇന്ന് സ്കൂളിൽ പോയതല്ലേ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലോ. അപ്പം എന്ത് ചെയ്തു, സയാനെ സ്കൂൾ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതേ സിദ്ദിഖാക്കി, അതേപോലെ തന്നെ സിദ്ദിഖാക്കൻ്റെ ഫ്രണ്ടും കൂടെയാണ് സയാനെ ആക്കി തന്നെ കേട്ടോ. അർഷാക്കുവിന് പണിത്തിരക്കായതുകൊണ്ട് അർഷാക്കുവിനെ കൂട്ടില്ല. പിന്നെ സിദ്ദിഖാക്ക് ഇടയ്ക്കൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ആക്കി തരലുണ്ട്, വെറുതെ നടക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കേസ്, എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ. പാവം പ്രവാസി ആയതുകൊണ്ട് അടുത്ത വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. എല്ലാവരും ചോദിക്കലുണ്ട് സിദ്ദിഖാക്ക് പോയില്ലേ എന്നുള്ളത്. കാക്ക പുതിയൊരു വിസ റെഡിയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ. ചായക്ക് സ്നാക്കായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് തിന്നുന്നത്. ഇതിനിപ്പോൾ എന്തെങ്കിലും പേരുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ തന്നെ ഇത് ചായയിൽ കൈയൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ പൊള്ളിച്ചു. എനിക്കൊരു പൊരിച്ചിലാണ് കേട്ടോ എന്തെങ്കിലും കണ്ടാൽ. അപ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കാനുള്ളൊരു തത്രപ്പാടിനിടയിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളെ ഫുഡ് കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ കപ്സ ഇട്ട് ഉണ്ടാക്കിയത്, ഞാനാണ് ഉണ്ടാക്കിയത്. മക കപ്സയൊന്നും ഉണ്ടാക്കാറിയില്ല. അപ്പോൾ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ കപ്സ ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയൊക്കെ ഉണ്ട്, അർഷാക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സ്കിപ്പായി, തിരക്കായി പോയി കേട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിലേക്കുള്ള മയോണൈസ്, ഒരു ഗ്രീൻ ചട്നിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു 9-9:45 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഷാഹിയും ലിയമോളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് കടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.